നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കളറോ ഫ്ലേവറോ ഒന്നും തന്നെ ആഡ് ചെയ്യാണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 2-3 കഷ്ണം ബീട്രൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫുൾ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് ലൈം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലൈം ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.